എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ജ്യൂസാണ്. നാരങ്ങ ചേർക്കാതെ വളരെ ലൂസായിട്ട് ഒരു നാരങ്ങ വെള്ളം പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ്, അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ എടുക്കാം, ഒരു ചെറിയ ആപ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു പകുതി ആപ്പിൾ എടുക്കാം, അതുപോലെ ഒരു 10 മുന്തിരി എടുക്കാം. കുറച്ച് പുളിയുള്ള മുന്തിരി ആണെങ്കിൽ നല്ലതാണ്. നാരങ്ങയ്ക്കുള്ള ആ ഒരു പുളി കോമ്പൻസേറ്റ് ചെയ്യാൻ ആ ഒരു മുന്തിരിയുടെ പുളി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പച്ചമുന്തിരിയോ കറുത്ത മുന്തിരിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ഒരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരരിപ്പയിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കേണ്ടത്. മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്താൽ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും. കുറച്ച് ഫ്രൂട്ട്സും കൂടുതൽ വെള്ളമായാൽ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ചേർക്കരുതെന്ന് പറയുന്നത്. അരിച്ചെടുത്തതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയെടുക്കാം. ഇനി മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവർക്ക് 2 ടീസ്പൂൺ ഹണിയോ മറ്റോ ചേർത്ത് കുറച്ചും കൂടി മധുരം ബാലൻസ് ചെയ്യാം. മധുരം ഇല്ലാതെയും ഈ ഒരു ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു മുന്തിരിയുടെ ഒരു ചെറിയൊരു പുളിപ്പും ബാക്കി പൈനാപ്പിളിൻ്റെ ആപ്പിളിൻ്റെ മധുരവും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് കുറേ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ ലൂസായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വേനൽക്കാലത്തൊക്കെ കുടിക്കാനും, ഇപ്പോൾ നല്ല ചൂട് ടൈമാണ്, കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്